26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ വിജയുടെ ജനനായകൻ എത്തുന്നു. വിവാദങ്ങൾക്ക് വിട നൽകി ചിത്രം ഈ മാസം 23-ന് റിലീസ് ചെയ്യും. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്കും അതുവഴി മുഖ്യമന്ത്രി പദവിയിലേക്കും ചുവടുമാറ്റിയ വിജയുടെ അവസാന സിനിമയാണെന്നതിനാൽ ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. വിജയുടെ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വിവാദങ്ങൾക്ക് വിട നൽകി ചിത്രം ഈ മാസം 23-ന് റിലീസ് ചെയ്യും. നീണ്ട തർക്കങ്ങൾക്കും പരിശോധനകൾക്കും ശേഷം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് അനുവദിച്ചിരുന്നു. വിജയ് ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തെ കാത്തിരുന്നത്. ജനുവരി 9-ന് പൊങ്കൽ റിലീസായി തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്ന ചിത്രം മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്കും അതുവഴി മുഖ്യമന്ത്രി പദവിയിലേക്കും ചുവടുമാറ്റിയ വിജയുടെ അവസാന സിനിമ കൂടിയാണ് ജനനായകൻ. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത ബൈജു തുടങ്ങി വമ്പൻ താരനിര തന്നെയാണ് അണിനിരക്കുന്നത്. വെങ്കട് കെ നാരായണനാണ് KVN പ്രൊഡക്ഷന്റെ ബാനറിൽ ജനനായകൻ നിർമ്മിക്കുന്നത്. ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻകിയുമാണ് സഹനിർമ്മാണം. അനിരുദ്ധാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. 500 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ്. 2025 ഡിസംബറിലായിരുന്നു ചിത്രം സെൻസറിങ്ങിനായി സമർപ്പിച്ചത്. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാൻ വൈകിയതിനെ തുടർന്നാണ് സിനിമ നിയമക്കുരുക്കിലാവുന്നത്. ചിത്രത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ആവശ്യപ്പെട്ട് സെൻസർ ബോർഡ് തിരിച്ചയക്കുകയായിരുന്നു. മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് ലഭിച്ച പരാതിയെ തുടർന്നായിരുന്നു ഇത്. തുടർന്ന് സിനിമ റിവിഷൻ കമ്മിറ്റിയുടെ പുനഃപരിശോധനയ്ക്ക് വിടുകയായിരുന്നു. ഇതോടെയാണ് അന്യായമായി സെൻസർ ബോർഡ് അനുമതി വൈകിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ 7 മാസം ചിത്രം വലിയ നിയമ പോരാട്ടങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് കടന്നുപോയത്. ഒടുവിൽ ചിത്രം ഇതാ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആരാധകരുടെ ആവേശത്തിനായി കാത്തിരിക്കുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.